الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم وأقيموا الصلاة وآتوا الزكاة وأطيعوا الرسول لعلكم ترحمون ആദരണീയരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ലോകത്തിൻ്റെ രക്ഷിതാവ് കാരുണ്യവാനായ റബ്ബുൽ ആലമീൻ അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ച് സച്ചരിതരായ സ്വാലിഹീങ്ങളുടെ മാതൃകയിൽ ജീവിതത്തെ മുന്നോട്ട് ഗമിച്ച് സന്തോഷകരമായ മരണവും ആനന്ദകരമായ സ്വർഗവുമൊക്കെ ലഭിക്കുന്ന നല്ല ഒരു ജീവിതത്തിന് തയ്യാറാകണമേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. അമ്പിയാക്കന്മാർ ലോക ചരിത്രത്തിലെ ശ്രേഷ്ഠന്മാരാണ്. അവരിലൂടെ ഈ ജനതയ്ക്ക് മാതൃകയായി പഠിപ്പിക്കുകയാണ്. പ്രവാചകന്മാരുടെ അധ്യാപനങ്ങൾ വേദഗ്രന്ഥങ്ങളിലൂടെ വഹിയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോഴെല്ലാം അത് പഠിക്കാനും പകർത്താനും പ്രചരിപ്പിക്കാനുമുള്ളതാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്ന സാഹചര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പ് കടന്നു വന്ന പ്രവാചകന്മാരുടെ അധ്യാപനങ്ങൾ എന്തിനാണ് പ്രവാചകന്റെ ഖൗമിനോട് പഠിപ്പിക്കുന്നത്? ആ പ്രവാചകന്മാരും നമുക്ക് ഗുണപാഠമായി പഠിപ്പിക്കപ്പെട്ടവരാണ്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന അവസാനത്തെ തിരുദൂതരുടെ ജീവിതത്തിൻ്റെ കുഞ്ഞുനാള് മുതൽ മരണം വരെ അല്ല, ചരിത്രത്തിൻ്റെ എല്ലാം രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുകയാണ്. അങ്ങനെ ഒരു നേതാവുണ്ടോ? ആ പ്രവാചക ചരിത്രം പഠിക്കാൻ മുസ്ലിമീങ്ങളല്ല എല്ലാവരും സന്നദ്ധരാകണമെന്നത് പുതിയ കാലഘട്ടത്തിൻ്റെ ആവശ്യകതയാണ്. മഹാരഥന്മാരായ ഉലമാക്കന്മാർ പറയാണ്, ഒരാൾ പ്രവാചകന്റെ ചരിത്രം നന്നായി പഠിച്ചാൽ ഇഖ്തിദാഉൻ ബിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകന്റെ ജീവിതത്തെ അയാൾ പിന്നെ മാതൃകയാക്കാൻ തുടങ്ങും. പഠിക്കണം, അറിയണം. വമഹബ്ബത്തിർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം,
ഒരാൾ ആ ചരിത്രത്തിൻ്റെ താളുകളെല്ലാം തുറന്നൊന്ന് പഠിക്കാൻ തുടങ്ങിയാൽ അവനെ ഒരാൾ ഉപദേശിക്കേണ്ടി വരില്ല. അവൻ നല്ലൊരു പ്രവാചക സ്നേഹിയായി മാറാൻ തുടങ്ങും. വഹയാത സ്വഹാബത്തിൽ കിറാം വസ്സൈരി വല്ലിത്തിബാ. സഹോദരങ്ങളെ, ആ പ്രവാചകന്റെ കൂടെ ജീവിച്ച് ജീവിതം കണ്ട് പഠിച്ച് നേർക്കാഴ്ചയായി ജീവിച്ച സ്വഹാബിമാരെ കുറിച്ചു നീ പഠിച്ചാൽ, ആ സ്വഹാബത്ത് പ്രവാചകനെ പിൻപറ്റിയത് നീ പഠിച്ചാൽ, അതുകൊണ്ട് നിനക്കൊട്ടനേകം നേട്ടങ്ങളുണ്ട്. വവിലാദതുഹു വതുഫൂലതുഹു വശബാബുഹു ഹത്താ മൗതിഹി. നിനക്ക് പഠിക്കണമെന്ന് ഇഷ്ടമുണ്ടോ? നിനക്ക് വായിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ആ പ്രവാചകൻ നബിയാകുന്നതിൻ്റെ മുമ്പുള്ള കുഞ്ഞുനാൾ മുതലുള്ള ചരിത്രം, മരണം വരെയുള്ള ചരിത്രാധ്യാപനങ്ങൾ ഇന്ന് ലോകത്ത് അവൈലബിൾ ആണ്, സുലഭമാണ്. ഇത് കേവലം ഏതെങ്കിലും ഒരു ദിവസത്തിൽ മൈക്ക് കെട്ടി പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടതല്ല. കേവല ആഘോഷ ചടങ്ങുകൾ കൊണ്ട് തീർക്കാനുള്ളതല്ല. ഇത് എന്തെങ്കിലുമൊക്കെ ആർക്കും തിരിയാത്ത ഭാഷയിൽ കുറെ പാട്ടുപാടി അവസാനിപ്പിക്കാനുള്ള ചരിത്രമല്ല. ഇതൊരു വിശ്വാസിയുടെ മരണത്തിൻ്റെ, ജീവിതത്തിൻ്റെ ഭൗതികവും ആത്മീയവുമായ പാരത്രികവുമായ ജീവിതത്തെ നയിക്കുന്നതിൻ്റെ ഘടകമാണത് എന്ന് മാത്രവുമല്ല, ആ ചരിത്രം നീ പഠിച്ചാൽ എന്തായിരുന്നു ദഅവത്തുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ് ആളുകളെ ദീനിലേക്ക് ക്ഷണിച്ചപ്പോൾ കാണിച്ച മര്യാദ എന്താ, ആളുകളെ ദീനിലേക്ക് ദഅവത്ത് നടത്തുമ്പോൾ കാണിച്ചിരുന്ന മുൻഗണനാക്രമം എന്തായിരുന്നു, വജിഹാദുഹു ഫീ സബീലില്ലാഹ്, ആ പ്രവാചകന്റെ ജീവിതകാലത്തുണ്ടായിരുന്ന പോരാട്ടങ്ങൾ എങ്ങനെയായിരുന്നു, വസ്വബ്റുഹു, ജീവിതത്തിന്റെ ഒട്ടനേകം മേഖലയിൽ ഒരുപാട് പ്രതിസന്ധികൾ ജനിച്ചപ്പോൾ മുതൽ, മാതാപിതാക്കൾ നഷ്ടം കുഞ്ഞുനാളുകൾ മുതൽ അനുഭവിച്ചിട്ടും ഒട്ടനേകം പ്രതിസന്ധികൾ ജീവിതത്തിലൂടെ കടന്നു വന്നപ്പോഴും എങ്ങനെയൊക്കെയാണ് ഒരാൾ ക്ഷമിക്കേണ്ടത് എന്നതിനവിടെ പാഠമുണ്ട്. മാത്രമല്ലല്ലോ, മഹാരഥന്മാരായ ഉലമാക്കന്മാർ ആ ചരിത്രം എഴുതിയപ്പോൾ പറയുകയാണ്, നീ ദുനിയാവിൽ അലങ്കരിക്കുന്ന ഏതൊരു റോളുണ്ടോ, ഏതൊരു ഭാഗമുണ്ടോ, അതെല്ലാം അവിടെ നിനക്കുണ്ട്. ഇന്നഹു കാന സൗജ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നല്ല ഭർത്താവായിരുന്നു. നീ ഒരു ഭർത്താവാണോ? നീ പ്രവാചകന്റെ ഭർത്താവ് എന്ന ഗുണമൊന്ന് പഠിച്ചു നോക്ക്. എന്തൊരു സ്നേഹത്തിലായിരുന്നു. ഒരിക്കൽ പോലും ഒരു ഭാര്യയും പ്രവാചകനെ കുറിച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കുന്നത് എനിക്ക് പ്രയാസമാണെന്ന് ഒരു ഭാര്യയും പറഞ്ഞിട്ടില്ല. ഒരു പരാതിയുമായി ആരും കടന്നു വന്നില്ല. നല്ല ഒരു ഭർത്താവിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട്. വഅബൻ, നല്ല ഒരു പിതാവാണോ നിനക്ക് ആഗ്രഹമുണ്ടോ? നീ പഠിച്ചോ ചരിത്രം. വഖായിദൻ, ലീഡർഷിപ്പ് ക്വാളിറ്റി എന്താണ്, ഒരു നേതാവിൻ്റെ ഗുണം എന്താണെന്ന് പഠിക്കണോ? നീ ഇത് വായിച്ചു നോക്ക്. ഔ മുഹാരിബൻ, ഒരു യോദ്ധാവായി യുദ്ധക്കളത്തിൽ ഇറങ്ങിയാൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പഠിക്കണോ? നീ ഇത് വായിച്ചു നോക്ക്. ഹാക്കിമൻ, ഒരു ഭരണാധികാരിയാണോ? നീ നാട്ടിലെ മെമ്പറാണോ? നീ രാഷ്ട്രീയ പ്രവർത്തകനാണോ? നിനക്ക് പഠിക്കാൻ അവിടെയുണ്ട്. വസിയാസിയൻ, രാഷ്ട്രീയ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. വദാഇയൻ, അല്ലാഹുവിലേക്കുള്ള ദഅവത്തിന്റെ മാർഗം പഠിക്കാനുണ്ട്. വസാഹിദൻ, ദുനിയാവിനോട് വിരക്തി കാണിച്ച് ജീവിക്കുന്നത് എങ്ങനെയാണ്. വഖാദിയൻ, വിധി തീർപ്പാക്കുന്നത് എങ്ങനെയാണ്. എല്ലാം പഠിക്കാനും പകർത്താനുമുള്ള ഉത്തമമായ സ്വഭാവ ഗുണങ്ങൾ നിനക്ക് കാണണോ? അവിടെയുണ്ട്. അൽ ആദാബുർ റഫീഖ, അൽ അഖ്ലാഖുൽ ഹമീദ, മഹത്തരമായ നല്ല സ്വഭാവ ഗുണങ്ങളും സ്തുത്യർഹമായ വിശേഷണങ്ങളും. വല്ലഖായിദി സലീമ, പിഴച്ച യാതൊരു പിഴവും സംഭവിക്കാത്ത യഥാർത്ഥ കറകളഞ്ഞ വിശ്വാസം പഠിക്കണോ? നബിൻ്റെ ജീവിതം പഠിക്ക്. അന്ധവിശ്വാസങ്ങൾക്ക് സ്ഥാനമില്ല, ദുരാചാരങ്ങൾക്ക് സ്ഥാനമില്ല. മരണപ്പെട്ടവരോട് പ്രാർത്ഥിക്കാൻ നബിതങ്ങളുടെ വിശ്വാസത്തിലില്ല. ഏലസും ചരടും മൈക്കല്ലും കെട്ടിയ ഒരു ദിനം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ ജീവിതത്തിലില്ല. ഏതെങ്കിലും കബറുകളെ കെട്ടി വാരിപ്പുണർന്നുകൊണ്ട് ചുംബിച്ച് കബറുകളെ തവാഫ് ചെയ്ത് കബറിങ്കൽ പുഷ്പാർച്ചന നടത്തി മഖാമ ഉത്സവങ്ങളും ദർഗാ ഷരീഫുകൾ എന്ന് പറഞ്ഞ് കെട്ടിപ്പൊക്കിയ ഒരൊറ്റ അഖീദ ചടങ്ങുകൾ
താളുകളും നബി തങ്ങളുടെ ചരിത്രത്തിൽ ഇല്ല. പഠിച്ചാൽ നിനക്കത് കാണാം. വൽ ഇബാദത്തി സ്വഹീഹ, ശരിയായ രൂപത്തിൽ അള്ളാഹുവിനെ ആരാധിക്കേണ്ടത് എങ്ങനെയാണ് ആരാധനാ കർമ്മങ്ങൾ ചെയ്യേണ്ടത്. ഒരിക്കലും ത്വരീഖത്തുകൾ പഠിപ്പിക്കുന്ന പോലെ കാട്ടിക്കൂട്ടലുകളില്ല. കത്തിയെടുത്ത് ശരീരത്തിലൂടെ കുത്തിക്കയറ്റുന്ന കുത്തറാത്തീബിന്റെ ആരാധന ഇസ്ലാമിലില്ല. ശരീരത്തിനെ വേദനിപ്പിക്കുന്ന യാതൊരു നിലക്കുമുള്ള ആരാധനാ ചടങ്ങുകളും പ്രവാചകന്റെ അധ്യാപനത്തിലില്ല. മഹാനായ അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, കുന്നാ നുഅല്ലിമു മഗാസിയൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളുടെ നാട്ടിലുള്ള ഞങ്ങളുടെ കുടുംബത്തിലുള്ള ചെറിയ ചെറിയ മക്കൾക്ക് വരെ ഞങ്ങൾ നബി ചരിത്രം പഠിപ്പിക്കാറുണ്ടായിരുന്നു. നമ്മൾ ഇംഗ്ലീഷ് പഠിപ്പിച്ചു, ഡ്രൈവിംഗ് ലൈസൻസിന് എടുക്കാനുള്ള അതിനും ആവശ്യമായ ഡ്രൈവിംഗ് പഠിപ്പിച്ചു കൊടുത്തു. ഓരോ ജോലിക്ക് പറ്റുന്ന രൂപത്തിൽ ട്രെയിനിങ് നമ്മൾ കൊടുത്തു. നമ്മുടെ പ്രവാചകന്റെ ജീവിത ചരിത്രത്തിൻ്റെ മഹത്വം നമ്മൾ എവിടെയെങ്കിലും പഠിപ്പിച്ചോ? ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നബി ചരിത്രം പഠിപ്പിച്ചു കൊടുത്തു. ഏതുപോലെ? കമാനു അല്ലിമുസ്സൂറ മിനൽ ഖുർആനിൽ നിന്ന് ഫാത്തിഹ സൂറത്ത് മുതൽ സൂറത്തുൽ ഇഖ്ലാസ് വരെ സൂറത്തുൻ നാസ് വരെ നമ്മളൊക്കെ ഓതി അർത്ഥം പഠിക്കുന്നുണ്ടോ? എങ്കിൽ അതുപോലെയായിരുന്നു ഞങ്ങൾ നബി ചരിത്രവും ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിപ്പിക്കാറുണ്ടായിരുന്നു. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു താരാട്ടുപാട്ട് പാടി ഒരു സ്നേഹത്തിൻ്റെ പ്രവാചകൻ്റെ ഒരധ്യാപനം പഠിപ്പിച്ചു കൊടുത്തത് ചരിത്രത്തിൽ നമുക്ക് ഓർമ്മയുണ്ടോ? ആരാണിത് പഠിപ്പിക്കാനുള്ളത്? ആരാണിത് പറഞ്ഞു കൊടുക്കാനുള്ളത്? ഉലമാക്കന്മാർ പറയാം, ഫീ ഇൽമിൽ മഗാസി, നബി തങ്ങളുടെ ജീവിത ചരിത്രത്തെക്കുറിച്ച് നിങ്ങൾ പഠിച്ചാൽ ഇൽമുൽ ആഖിറതി വദ്ദുനിയാ, ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും സകല ഇൽമും അതിനകത്തുണ്ട്. തുറന്ന് വായിക്കണം. നമ്മൾ മലയാളത്തിലും മറ്റു ഭാഷകളിലടക്കം ഓൺലൈനിലും ഓഫ്ലൈനിലും ദുറൂസുകളും പുസ്തകങ്ങളും എല്ലാം ഇന്ന് സുലഭമാണ്. ഒന്ന് പഠിക്കണമെന്ന് മനസ്സറിഞ്ഞ് ഇരുന്നാൽ എത്ര വേഗത്തിൽ നമുക്ക് വായിച്ചെടുത്ത് ആ ചരിത്രത്തെ ഓർത്തെടുക്കാൻ പറ്റും. എന്തിനാണ്? അല്ലാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞു, നിങ്ങൾ വിശ്വാസികളെ ശ്രദ്ധിക്കണം. ഖുൽ അതീഉല്ലാഹ വ അതീഉർ റസൂൽ, നബിയെ പറഞ്ഞു കൊടുക്ക്, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, വ അതീഉർ റസൂല, റസൂലിനെ അനുസരിക്കണം. അനുസരിക്കണമെങ്കിൽ എങ്ങനെ അനുസരിക്കണം? പഠിക്കണം. എന്തെല്ലാം കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ഞാൻ അനുസരിക്കേണ്ടത് എന്ന് പഠിക്കണ്ടേ? വഇൻ തുതിഊഹു തഹ്തദൂ, നിങ്ങൾ ആ പ്രവാചകനെ അനുസരിച്ചാൽ നിങ്ങൾ സന്മാർഗത്തിലായി മാറും. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം ചോദിക്കാം നമ്മൾ. ആ മാർഗം നമുക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ പ്രവാചകനെ ശരിക്ക് പൂർണ്ണമായി അനുസരിച്ചാൽ നിങ്ങൾ സന്മാർഗത്തിലാണ്. വമാ അലർ റസൂലി ഇല്ലൽ ബലാഗുൽ മുബീൻ, പ്രവാചകന്റെ ഉത്തരവാദിത്വം വ്യക്തമായി അത് എത്തിച്ചു കൊടുക്കലാണ്, പറഞ്ഞു കൊടുക്കലാണ്. ആരെയും നിർബന്ധിച്ചുകൊണ്ട് അതിലേക്ക് വലിച്ചു കൊണ്ടുവരലില്ല. പറഞ്ഞു കൊടുക്കുക, പഠിപ്പിച്ചു കൊടുക്കുക. പ്രവാചകനെ അനുസരിക്കാൻ നമുക്ക് കഴിയുന്നത് ആ പഠനത്തിലൂടെയാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് ലഭിക്കണോ? പ്രവാചകനെ ശരിയാവണ്ണം അനുസരിക്കണം. എന്താ മനസ്സിലാക്കിയത്? അള്ളാഹിൻ്റെ വിശാലമായ റഹ്മത്ത്, അള്ളാഹുവിൻ്റെ അപാരമായ കാരുണ്യം പടച്ചോൻ നമുക്ക് തരണമെങ്കിൽ നബിയെ അള്ളാഹുവിൻ്റെ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, വഅഖീമുസ്സലാ, നിങ്ങൾ നമസ്കാരം കൃത്യമായി നിലനിർത്താൻ ശ്രദ്ധിക്കണം. നമ്മുടെ വെള്ളിയാഴ്ചകൾ കൃത്യമായി ജുമുഅ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് എത്താൻ നമ്മൾ വീണ്ടും വീണ്ടും ആലോചിക്കണം. എത്ര വർഷങ്ങളായി നമ്മൾ ജുമുഅ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അകാരണമായി ചിലപ്പോൾ അപ്രതീക്ഷിതമായ ചില വൈകലുകളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ നമസ്കാരത്തിൻ്റെ കാര്യത്തിലും നമ്മുടെ ജുമുഅയുടെ കാര്യത്തിലും സുന്നത്ത് നമസ്കാരത്തിൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ എന്തുകൊണ്ട് കൃത്യത പാലിക്കണം? ഖുർആൻ 80-ലേറെ സ്ഥലത്താണ് നിസ്കാരവുമായി ബന്ധപ്പെട്ട ആയത്ത് പറഞ്ഞിരിക്കുന്നത്. വഅഖീമുസ്സലാ, നിസ്കാരം കൃത്യമായി നിലനിർത്തണം. വആതവുസ്സകാത്ത്, നിങ്ങൾ സകാത്ത് കൊടുക്കണം. ഇപ്പോഴും സകാത്ത് കൊടുക്കാത്ത, വർഷങ്ങൾ കഴിഞ്ഞിട്ടും തൻ്റെ സമ്പത്തിൻ്റെ ഓഹരി കണക്കാക്കിയിട്ട് സകാത്ത് കൊടുക്കാത്തവരോട്, നിസ്കരിക്കുന്ന മനുഷ്യരോടാണ് പറഞ്ഞത്, നിങ്ങൾ സകാത്ത് കൊടുക്കണം.
റമദാനിലേക്ക് നിങ്ങളത് കാത്തു മാറ്റിവെക്കരുത്. നിങ്ങളുടെ കണക്ക് എന്നാണോ പൂർത്തിയാകുന്നത്, വർഷം എന്നാണോ പൂർത്തിയാകുന്നത്, അന്ന് മുതൽ നീ സകാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. വളരെ ചെറിയ ഒരു ശതമാനമാണ് ഇസ്ലാമിലെ സക്കാത്തുള്ളത്. നീ അത് കൊടുക്കണം. റസൂൽ, നീ പ്രവാചകനെ ശരിക്ക് അനുസരിക്കുന്നവനാകണം. എന്നിട്ട് പറയാണ്, എന്തിനാ? ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങളോട് അള്ളാഹു കരുണ കാണിച്ചേക്കാം. സൂറത്തുൻ നൂർ 55-ാമത്തെ ആയത്ത്. നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടണോ, പ്രവാചകരെ നിങ്ങളെന്ന് ശരിക്കനുസരിക്കാൻ സന്നദ്ധരാവണം. നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് മേഖലയിലും നമുക്ക് മാതൃകയാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, നമ്മൾ നയിക്കുന്ന ജീവിത മേഖല ജോലിയാണോ, കച്ചവടത്തിലാണോ, കുടുംബജീവിതത്തിലാണോ, ബാപ്പ എന്ന നിലക്കാണോ, എവിടെയാണോ നമ്മളുള്ളത്? ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങളുടെ പ്രവാചകനിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. നമ്മൾ പലരെയും അനുകരിക്കാൻ ശ്രമിച്ചു. പല കളിക്കാരെ, പല നടന്മാരെ, പലരെയും നമ്മൾ ഫാൻസുകളായി കൊണ്ട് നടന്നു. അവർ അനുകരിക്കാൻ മാത്രമുള്ള ക്വാളിറ്റി ഇല്ലാത്തവരാണെന്ന് പലപ്പോഴായി ലോകം തെളിയിച്ചു തന്നു. എന്നാൽ നിങ്ങളുടെ പ്രവാചകനിൽ നിങ്ങൾക്ക് ശരിക്കും മാതൃകയുണ്ട്. ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ, അല്ലാഹുവിനെയും പരലോകത്തിനെയും പ്രതീക്ഷിക്കുന്നവനാണെങ്കിൽ, വദക്കറല്ലാഹ കസീറ, നന്നായി ദൈവസ്മരണയുള്ളവനാണെങ്കിൽ, നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ എല്ലാത്തിലും ആ നബി മാതൃകയാണ്. മാതൃകയാക്കാൻ പറ്റാവുന്ന ഒരു ചരിത്രമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിച്ച ഒരു കവിയായിരുന്ന ഹസ്സാൻ ബിൻ സാബിത്ത് അൽ അൻസാരി റളിയല്ലാഹു അൻഹു ഒരുപാട് കാലം പ്രവാചകനു നേരെ ആക്ഷേപങ്ങളും ചീത്തവിളിയും കൊലവിളിയും നടത്തിയ മനുഷ്യനായിരുന്നു ഹസ്സാൻ ബിൻ സാബിത്ത്. ഒരു വേള ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ, പ്രവാചകനെ കുറിച്ച് നേർക്കുനേരെ വായിക്കാൻ അറിയാതെ, പ്രവാചകന്റെ അധ്യാപനങ്ങളെ ശരിയാവണ്ണമൊന്ന് ഒരല്പസമയം ഇരുന്ന് പഠിക്കാൻ സന്നദ്ധനാവാതിരുന്ന ആ മനുഷ്യന്റെ ഇടയിലേക്ക് ഒരു ദിവസം പഠിക്കാനും നേർക്കുനേരെ നബിനെ മനസ്സിലാക്കാനുമുള്ളൊരു ചാൻസ് കിട്ടി. ആ ദിവസം മുതൽ ഇതുവരെ അദ്ദേഹം പറഞ്ഞിരുന്ന വിമർശനങ്ങളെല്ലാം പിൻവലിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, പ്രവാചകരെ എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇത്രയൊന്നും അറിഞ്ഞില്ല, ചിന്തിച്ചില്ല, മനസ്സിലാക്കിയില്ല. ഇന്നെനിക്ക് മനസ്സിലായി, നിങ്ങൾ ഈ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠ പുരുഷനാണ്. വഅഹ്സനു മിൻക ലം തറ ഖത്തു ഐനി വഅജ്മലു മിൻക ലം തലിദിൻ നിസാ. നബിയേ, ഞാൻ എൻ്റെ കണ്ണിൽ ഇന്ന് വരെ നിങ്ങളെക്കാൾ മികച്ച ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇന്ന് വരെ പ്രസവിച്ച ഒരു ഉമ്മയും ഇതുപോലത്തെ ഒരു മകനെ പ്രസവിച്ചിട്ടില്ല നബിയെ. ഇതുവരെ വിമർശിച്ച പാടിയിരുന്നത്. പക്ഷെ ഇത് പഠിച്ചപ്പോൾ, അറിഞ്ഞപ്പോഴത് ഹസ്സാൻ ബിൻ സാബിത്ത് നേരെ തിരിച്ചു പറഞ്ഞു, ഖുലിഖ്ത മുബർരിഅൻ മിൻ കുല്ലി ഈബിൻ കഅന്നക ഖദ് ഖുലിഖ്ത കമാ തശാഉ. എല്ലാ കുറവുകളും എല്ലാ പോരായ്മകളിൽ നിന്നും മുക്തനായ സൃഷ്ടിയാണ് നബിയെ താങ്കൾ. താങ്കളെ ഞാൻ അംഗീകരിക്കുന്നു, താങ്കളിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചതാ വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ വിളിക്കുന്നത് ഹസ്സാൻ ബിൻ സാബിത്ത് അൽ അൻസാരി റളിയല്ലാഹു അൻഹു എന്നാണ്. ഇവിടെ ഇസ്ലാം വിമർശകരുണ്ട്, ഇവിടെ പ്രവാചക വിമർശകരുണ്ട്. അവർ പഠിക്കാൻ, വിമർശിക്കാനെങ്കിലും വേണ്ടി ഒരു തവണ വായിച്ചാൽ അവർ കാലങ്ങൾക്ക് മുമ്പ് മാപ്പ് പറഞ്ഞുകൊണ്ട് ക്ഷമ ചോദിച്ചവർ രംഗത്ത് വരും ഇൻഷാ അല്ലാഹ്. പക്ഷേ അവരുടെ ഒരു പ്രത്യേകതയുണ്ട്, ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, കൽബുണ്ട് ചിന്തിക്കൂല, കാതുണ്ട് കേൾക്കൂല, കണ്ണുണ്ട് തുറക്കില്ല. അവർ അടച്ചിടപ്പെട്ട പോലെ അവർ ജീവിക്കുകയാണ്. എന്നിട്ട് പരസ്യമായി പ്രവാചകനെ വിമർശിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ പുതിയ തലമുറയിലെ എനിക്കും നിങ്ങൾക്കുമൊക്കെ ആ വിഷയത്തിൽ ഒരുപാട് ബാധ്യതയുണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. മഹാരഥന്മാരായ ഉലമാക്കന്മാർ പറയാ, ജാഹിലിയ ചരിത്രം പഠിച്ചാൽ ഇസ്ലാമിൻ്റെ വില അറിയും. ഇസ്ലാം എന്താണെന്ന് അറിയണമെങ്കിൽ പണ്ട് ജാഹിലിയത്തിൽ എന്തായിരുന്നു മനുഷ്യനെന്ന് അറിയണം. മഹാരഥന്മാരിൽപ്പെട്ട ഉലമാക്കന്മാരിൽ അബൂ റജാ ഉൽ അതാരിദി റഹിമഹുല്ല രേഖപ്പെടുത്തുക, ഞങ്ങൾ പണ്ട് ജാഹിലിയത്തിൽ ജീവിച്ചപ്പോൾ കുന്നാ നഅ്ബുദുൽ ഹജറ, ഞങ്ങൾ അവിടെയുണ്ടായിരുന്ന ചില പ്രത്യേകമായ കല്ലുകളെ ആരാധിക്കാറുണ്ട്. വെറും കല്ല്.
ഫഇദാ വജദ്നാ ഹജറൻ ഹുവ ഖൈറ മിൻഹു, അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളോട് ആരെങ്കിലും പറഞ്ഞു ഈ കല്ലിനേക്കാൾ നല്ലത് മറ്റേ കല്ലാണ് എന്ന് പറഞ്ഞാൽ അൽഖൈനാഹു വഅഖദിനൽ ആഖർ, ആ കല്ലിനെ ഞങ്ങൾ അങ്ങ് ഒഴിവാക്കും, പുതിയ കല്ലെടുത്തുകൊണ്ട് ഞങ്ങൾ അതിനെ ആരാധിക്കാൻ തുടങ്ങും. മക്കൾക്കിടയിൽ എങ്ങനെയാണ് വിഗ്രഹാരാധന കടന്നു വന്നത്? എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചോ? അംർ ബിൻ ലുഗൈ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ സിറിയയിലേക്ക് യാത്ര പോയി. സിറിയയിലുണ്ടായിരുന്ന പല ആളുകളും അവരുടേതായ സംസ്കാരത്തിൻ്റെ ഇടയിൽ അവർ കാണിക്കുകയുണ്ടായ ഒരു വിഗ്രഹത്തിനെ കാണിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ഇതെന്താണെന്നറിയുമോ? ഞങ്ങൾക്ക് വിഷമം വരുമ്പോഴും പ്രയാസം വരുമ്പോഴൊക്കെ ഞങ്ങൾ ഇവിടെയാണ് അഭയം പ്രാപിക്കാറ്, ഇതിനോടാണ് പ്രാർത്ഥിക്കാറ്. സിറിയയിൽ നിന്ന് കണ്ടു പഠിച്ച ആ സംസ്കാരം അദ്ദേഹം നാട്ടിലേക്ക് വന്നിട്ട് കൊണ്ടുവന്ന് തുടർന്ന് പ്രവർത്തനം ആരംഭിച്ചതാണ്. പിന്നീടാണ് അവിടുന്ന് ലാത്തയും അസ്സയും മനാത്തയും അടക്കമുള്ള വിഗ്രഹങ്ങളൊക്കെ പ്രതിഷ്ഠിക്കാൻ തുടങ്ങിയത് എന്ന് പറഞ്ഞത്. എൻ്റെ സഹോദരങ്ങളെ, മക്കയിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരൊക്കെ ഇസ്ലാമിൻ്റെ യഥാർത്ഥ ആഹ്വാനങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. പ്രവാചകൻ നബിയാകുന്നതിൻ്റെ മുമ്പ് ചില ബുദ്ധിമാന്മാരായ നല്ലവരായ മനുഷ്യർ മക്കയിലെ അങ്ങാടികളിൽ, ഒക്കാലയിൽ, മജന്നയിൽ, ദുൽമജാസിൽ, അവിടുത്തെ സൂപ്പർ മാർക്കറ്റുകളിലെല്ലാം കയറിയിട്ട് ജനങ്ങളോട് പറയാറുണ്ടായിരുന്നു അത്രേ. ഖുസ്സ് ബിൻ സാഇദത്തുൽ ഇയാദിയെ പോലെയുള്ളവർ പറയുന്നുണ്ട്, അവരെ പോലെയുള്ള നല്ല ചില മനുഷ്യന്മാർ, ഖതീബൻ ഹകീമൻ ആഖിലൻ, ബുദ്ധിമാനായ വിവരമുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. യദ്ഉ ഇലാ തൗഹീദില്ലാ, അദ്ദേഹം അല്ലാഹുവിനെ ആരാധിക്കാൻ ജനങ്ങളെ ക്ഷണിക്കുമായിരുന്നു. അന്ന് നബിക്ക് ഖുർആൻ ഇറങ്ങി തുടങ്ങിയിട്ടില്ല. വഇബാദതുഹു, അല്ലാഹനെ മാത്രം ആരാധിക്കാൻ പറയാറുണ്ടായിരുന്നു. വതറക ഇബാദത്തുൽ ഔസാൻ, വിഗ്രഹങ്ങളെ ആരാധിക്കണം, ഒഴിവാക്കണം എന്ന് പറയാറുണ്ടായിരുന്നു. അൽ ബഅസു ബഅദൽ മൗത്ത്, മരണം കഴിഞ്ഞാൽ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടെന്ന് പറയാറുണ്ടായിരുന്നു. വബശ്ശിറും ബിൻ നബി, നബിനെ പറ്റിയിട്ട് ഇങ്ങനെ ഒരു പ്രവാചകൻ നമുക്ക് വരാനുണ്ട് എന്ന് അയാൾ പറയാറുണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ എങ്ങാനും ആ പ്രവാചകൻ വരുന്ന കാലത്ത് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആദ്യമായി അദ്ദേഹത്തിൻ്റെ കൈക്ക് പിടിച്ചുകൊണ്ട് ഞാനായിരിക്കും അംഗീകരിക്കുന്നവൻ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായി ദൗത്യമിറങ്ങി വരുന്നതിന് മുമ്പ് ഖുസ്സ് ബിൻ സാഇദ മരണപ്പെട്ടു. അങ്ങനെ ജാഹിലിയ്യത്തിൻ്റെ എല്ലാ നിലക്കുമുള്ള അവസ്ഥകൾ അവിടെ നടക്കുമ്പോഴും അദ്ദേഹം ജനങ്ങളെ തൗഹീദിലേക്ക്, യദ്ഉ ഇലാ കലിമത്തിൽ ഇഖ്ലാസ്, ആ നബി നിങ്ങളെ ഇഖ്ലാസിലേക്ക് ക്ഷണിക്കുമ്പോൾ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ മാർഗം പിൻപറ്റണം കേട്ടോ എന്ന് നബി ആകുന്നതിന് മുമ്പേ നാട്ടിൽ ചില ആൾക്കാരൊക്കെ സംസാരിച്ചിരുന്നു. സഹോദരങ്ങളെ, ഈ നിലക്കുള്ള നമ്മൾ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ജാഹിലിയത്തിലുണ്ടായിരുന്ന പല സമ്പ്രദായങ്ങളും ദുഷിച്ച പല രൂപത്തിലുള്ള അവസ്ഥകളും ഉണ്ടായിരുന്ന ഒരു കൗമിൻ്റെ ഇടയിലേക്കാണ് നമ്മുടെ പ്രവാചകൻ ഉദാത്തമായ ഇസ്ലാമിൻ്റെ സന്ദേശം കൊണ്ടുവന്നത്. ചരിത്രത്തിൽ മുഫസ്സിരീങ്ങളൊക്കെ രേഖപ്പെടുത്തിയ കിതാബുകൾ കാണാൻ സാധിക്കും. ജാഹിലിയ കാലത്തിൽ ഒരാളുടെ ഉമ്മ മരണപ്പെട്ടു. അഥവാ സ്വന്തം പിതാവ് കല്യാണം കഴിച്ച ഭാര്യ മരണപ്പെട്ടാൽ ആ വീട്ടിലെ മൂത്ത മകൻ ഉമ്മാനെ കല്യാണം കഴിക്കുമായിരുന്നു. ആ മൂത്ത മകൻ സ്വന്തം ഉമ്മാനെ കല്യാണം കഴിക്കുമായിരുന്നു. വിശുദ്ധ ഇസ്ലാമിൻ്റെ സന്ദേശം വന്ന് ഖുർആൻ അവരിലേക്ക് ഇറങ്ങി. സൂറത്തുൻ നിസായിലെ ആയത്തിറങ്ങി, പാടില്ല. വലാ തൻകിഹൂ മാ നകഹ ആബാഉകും മിനൻ നിസാഇ ഇല്ലാ മാ ഖദ് സലഫ്, നിങ്ങളുടെ പിതാക്കന്മാർ വിവാഹം കഴിച്ചവരെ നിങ്ങൾ ഒരിക്കലും വിവാഹം കഴിക്കരുത്. പിന്നെ ഒരുപാട് നിയമങ്ങൾ ഇസ്ലാം അവരെ പരിഷ്കരിച്ച് മാതൃകാപരമായി അവരെ കൊണ്ടുവരിക. ജാഹിലിയ കാലഘട്ടത്തിൽ ഒരു ഭാര്യയുടെ ജീവിതത്തിൻ്റെ പ്രയാസം പറയാണ്. ഒരു ഭർത്താവ് മരിച്ചാൽ അദ്ദേഹത്തിൻ്റെ മക്കൾക്കോ അദ്ദേഹത്തിൻ്റെ ഭാര്യക്കോ പലപ്പോഴും അനന്തരാവകാശ സ്വത്ത് തൊടാൻ കിട്ടൂല. പിതാവിൻ്റെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ജ്യേഷ്ഠാനുജന്മാർ അത് കൈകാര്യം ചെയ്യും. ചിലപ്പോഴെന്തെങ്കിലുമൊക്കെ സഹായം കിട്ടിയാൽ കിട്ടി. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കൂടെ ജീവിക്കാൻ തുടങ്ങി. അവർ വലിയൊരു ബുദ്ധിമുട്ടിലായി. ഭർത്താവിൻ്റെ മരണശേഷം അവിടുത്തെ ഭാര്യമാരും മക്കളും ഒരുപാട് ദുരനുഭവങ്ങൾക്ക് വിധേയരായപ്പോൾ വിശുദ്ധ ഖുർആനിൽ ആയത്ത് പറഞ്ഞു, ലിരിജാലി നസീബും മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖറബൂൻ വലിന്നിസാഇ നസീബും മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖറബൂൻ.
ആണിന് അനന്തരാവകാശമുണ്ട്, പെണ്ണിനും അനന്തരാവകാശം കൊടുക്കണം. എടുത്ത് നിങ്ങളുടെ കയ്യിൽ വെക്കാനുള്ളതല്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ നാട്ടിൽ ഒരുപാട് സഹോദരങ്ങൾ മരണപ്പെട്ടു പോയിരിക്കുന്നു. ആ മരണപ്പെട്ട മയ്യത്തിനോട് ചെയ്യുന്ന ഒരു വലിയ ആദരവാണ് ആ മനുഷ്യൻ ഇട്ടേച്ചു പോയ അനന്തര സ്വത്ത് അധികം വൈകാതെ ആ സ്വത്ത് അനാഥമായി പോകാതിരിക്കാൻ വേഗത്തിൽ ഓഹരി വെക്കണം. അത് മറ്റുള്ളവർക്ക് അനുഭവിക്കാൻ കൂടെ ഉള്ളതാണ്, അത് ഒരാളുടെ കയ്യിൽ പിടിച്ചു വെക്കാനുള്ളതല്ല. അനന്തര സ്വത്ത് വീതിക്കണം, അദ്ദേഹത്തിൻ്റെ കടങ്ങൾ വേഗത്തിൽ അത് കടം വീട്ടിക്കൊടുക്കണം, അദ്ദേഹത്തിൻ്റെ നേർച്ചകൾ, അദ്ദേഹത്തിൻ്റെ കടബാധ്യതകൾ പൂർത്തിയാക്കി കൊടുക്കണം. ഇതൊക്കെ ചെയ്യാനുണ്ട്. പ്രവാചകൻ ആ വിഷയം അവരെ പഠിപ്പിച്ചു കൊടുത്തു. ഒരു പെൺകുഞ്ഞ് ജനിച്ചു എന്നറിഞ്ഞാൽ വിഷമത്തോടെ സങ്കടഭാരത്തോടെ ജീവിച്ചിരുന്നവരായിരുന്നു അറബികൾ. ഒരു പെൺകുഞ്ഞ് ജനിച്ചെന്നറിഞ്ഞാൽ ദുഃഖഭാരത്താലും പ്രയാസത്താലും മുഖമാകെ കറുത്തിരുണ്ടു പോകുമായിരുന്നു. 1, 2, 3, 4 മക്കളങ്ങ് ആയിക്കഴിഞ്ഞാൽ പിന്നെ സ്വന്തം കുട്ടികളെ കൊന്നുകളയുമായിരുന്നു അവർ. എന്തിനാണത്രേ? ഇവരെയെല്ലാം നോക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല, ദാരിദ്ര്യം പേടിച്ച് കൊല്ലുന്നവരായിരുന്നുവത്രേ. ഖുർആൻ പറഞ്ഞ് അരുതേ, വലാ തഖ്തുലൂ ഔലാദകും മിൻ ഇംലാഖ്. ദാരിദ്ര്യം പേടിച്ചിട്ടൊന്നും നിങ്ങൾ മക്കളെ കൊല്ലരുത്, നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടികൾക്കുള്ള റിസ്ക് തരുന്നത് നമ്മളാണ്. പടച്ചോൻ പറഞ്ഞു കൊടുത്തു. അങ്ങനെ അവരെ എല്ലാ നിലക്കും എങ്ങനെയാ നാട് നന്നാക്കിയത്? യത്ലൂ അലൈഹിം ആയാതി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. വ്യക്തമായ വഴികേടിലായിരുന്ന അവർക്ക് അള്ളാഹിൻ്റെ ആയത്തും നബിൻ്റെ വചനങ്ങളും ഒക്കെ പഠിപ്പിച്ചു കൊടുത്തവരെ നന്നാക്കി. ആ നന്നാക്കിയെടുത്ത ആ പ്രവാചകന്റെ അധ്യാപനത്തിൻ്റെ മികവ് നമ്മൾ പഠിച്ചാൽ നമ്മുടെ മഹല്ലിനെ നന്നാക്കാം. ആ അധ്യാപനങ്ങൾ പഠിച്ച് ശരിക്കും മനസ്സിലാക്കിയാൽ നമ്മുടെ നാടിനെ നമുക്കൊരുപാട് വലിയ പുരോഗതിയിലേക്ക്, ഏത് ദുരാചാരങ്ങൾക്കെതിരെയും നമുക്ക് സംസാരിക്കാൻ കഴിയും. പക്ഷേ വേലി തന്നെ വിള തിന്നുന്ന പുതിയ കാലഘട്ടത്തിൽ പ്രവാചകന്റെ ചരിത്രവും ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രവും അമ്മാറിൻ്റെയും യാസിറിൻ്റെയും ചരിത്രം പറഞ്ഞിട്ട് പോലും ജാറങ്ങളിലേക്ക് മക്കാമുകളിലേക്ക് വിളിച്ചു വരുത്തുന്നവർക്ക് എന്ത് ബോധമാണ് നൽകുന്നത്? മഹാരഥന്മാരുടെ ചരിത്രം പറഞ്ഞ് ആളുകളെ കരയിപ്പിക്കുന്ന അതേ ആളുകൾ എങ്ങനെയാണ് മഖാമുത്സവങ്ങളും ഉറൂസുകളും കൊടി ഉയർത്തലുമൊക്കെ ആയിക്കൊണ്ട് വീണ്ടും ജനങ്ങളെ വീണ്ടും അന്ധവിശ്വാസങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ചരിത്രം വെറുതെ വായിച്ചാൽ പോരാ, അത് പകർത്തി ഉൾക്കൊണ്ടുകൊണ്ട് മാതൃകയാക്കാൻ നമുക്ക് സാധ്യമാകുമ്പോഴാണ് യഥാർത്ഥ പ്രവാചക സ്നേഹികളാകുന്നത്. ഇൻഷാ അല്ലാഹ് ഒരല്പം കൂടെ അതിന് ഒന്നുകൂടെ നമുക്ക് വിശദീകരിച്ചും അതിൻ്റെ ഒരു രണ്ടാമത്തെ ഭാഗം കൂടെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. എല്ലാവരും ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയിൽ അള്ളാഹുവിൻ്റെ ഒരു തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്കത് പൂർത്തിയായി പഠിക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. എല്ലാ നിലക്കുമുള്ള പടച്ച റബ്ബിൻ്റെ ദീനിയായ അറിവുകളും അത്തരത്തിലുള്ള ഏറ്റവും നല്ല ബോധത്തോടെയുള്ള ഒരു ജീവിതവും അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ وعلى آله وصحبه أجمعين. أيها الإخوة والأخوات أوصيكم وإياي ثانيا بتقوى الله. അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് പ്രവാചകൻ്റെ അധ്യാപനങ്ങളെ പുൽകി സ്വീകരിച്ച് മുത്തഖീങ്ങളായി മുസ്ലിഹുകളായി ജീവിക്കാൻ ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് വരുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിൽ ഒട്ടനേകം സ്ഥലത്ത് വിശദീകരിച്ചൊരു പദമാണ് നൗം, ഉറക്കം എന്നർത്ഥം. ഉറക്കം മനുഷ്യർക്ക് നൽകുന്നത് ഊർജമാണ്. രാത്രി സമയത്ത് അവൻ്റെ ഉറക്കം പകലിൽ അവനെ അധ്വാനിക്കാനും ഉന്മേഷവാനാകാനും പ്രേരിപ്പിക്കുന്ന ഘടകമാണ്.
വജഅൽനാ നൗമക്കും സുബാത്ത, നിങ്ങളുടെ ഉറക്കം നിങ്ങൾക്ക് നല്ലൊരു വിശ്രമമാക്കി പടച്ചോൻ തന്നതാണ്. വമിൻ ആയാതിഹി മനാമുക്കും ബില്ലൈലി വന്നഹാർ, രാത്രിയും പകലൊക്കെ നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയുന്നത് അള്ളാന്റെ അത്ഭുതകരമായ ദൃഷ്ടാന്തമാണൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒന്ന് ഉറങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ ഉണ്ടാകുന്ന ഗതികേട് എത്രയാണ്, അസ്വസ്ഥത എത്രയാണ്. ഒറ്റ രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എത്ര ദിവസം നമ്മൾ ഉറങ്ങിയാലും അതിൻ്റെ ആ ക്ഷീണം മാറാത്തൊരവസ്ഥ. ഒന്നുറങ്ങാൻ ഗുളിക കഴിക്കുന്നവരുടെ പ്രയാസം നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഒരു മുസ്ലിമായ നമ്മളും ആദ്യവും എപ്പോഴും ആലോചിക്കേണ്ടതാണ്, ആ ഉറക്കം ചില പാഠങ്ങൾ ഒരു മനുഷ്യനെ, ഒരു മുസ്ലിമിനെ പഠിപ്പിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ കാണാം, അന്നൗമു മുബക്കിറ, നേരത്തെ ഉറങ്ങുക. ഇന്ന് നമ്മുടെ നാട്ടിൽ, ഇന്ന് നമ്മുടെ വീട്ടിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഈ പരിസര പ്രദേശങ്ങളിലൊക്കെ രാത്രികാല ഫംഗ്ഷനുകൾ വ്യാപിക്കുകയാണ്. ഉറങ്ങുന്ന വിഷയത്തിൽ പൊതുവിൽ ഒരു കാരണമില്ലെങ്കിലും ഉറങ്ങുന്നതിൻ്റെ കാരണം 11-12 മണി വരെ നീണ്ട് വെറുതെ ഇരുന്ന് സമയം കളയുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, കാന യക്റഹു നൗം ഖബ്ലൽ ഇശാ, ഇശാഇന്റെ മുമ്പ് ഉറങ്ങുന്നത് നബി നിരോധിച്ചു, പാടില്ല. ഇശ കഴിഞ്ഞിട്ട് ഉറങ്ങാൻ പാടുള്ളൂ. എന്നാൽ വൽ ഹദീസ ബഅദഹാ, ഇശാ നമസ്കാരവും കഴിഞ്ഞ് പിന്നെയും അനാവശ്യമായി വെറുതെ സംസാരിച്ചിരിക്കുന്നത് നബി തങ്ങൾ വെറുത്തിരിക്കുന്നു. എന്താ? ഉറങ്ങലാണ് പിന്നെ പ്രാധാന്യം. വേഗത്തിൽ മറ്റെല്ലാ പ്രവർത്തനങ്ങളും മാറ്റിവെച്ചുകൊണ്ട് അത്യാവശ്യമല്ലാത്ത ചർച്ചകളോ മീറ്റിങ്ങുകളോ ഒന്നുമല്ലാത്ത കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ഉറങ്ങേണ്ടുന്നതിൻ്റെ നേരത്തെ ഉറങ്ങാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. കാരണം ഇന്ന് ഒരു പ്രത്യേക ലെവലിലാണ്. എപ്പോഴോ ഉറങ്ങി, എപ്പോഴോ എണീറ്റു, എങ്ങനെയോ ഉറങ്ങി, ഒരു ലെവലില്ലാതെ ഇതിനെ ഗൗരവമായി കാണാത്ത അവസ്ഥയുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. 2, ഉറങ്ങുന്നതിൻ്റെ മുമ്പുള്ളൊരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അൽ വുളൂ, വുളൂ ഉണ്ടാക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മര്യാദ പഠിപ്പിച്ച രംഗം കാണാം. ഇദാ അതൈത മൽജഅക, നീ നിന്റെ വിരിപ്പിലേക്ക്, കിടപ്പറയിലേക്ക് പ്രവേശിച്ച് ഉറങ്ങാൻ വേണ്ടി പ്രവേശിക്കുമ്പോൾ ഫതവല്ലഉ വുളൂഅക ലിസ്സലാത്ത്, നിസ്കരിക്കാൻ വുളൂ ഉണ്ടാക്കുന്ന പോലെ ഉറങ്ങാൻ കിടക്കുമ്പോഴും നീ വുളൂവോടെ കിടക്കണം. നമ്മൾ മക്കളോട് പറയും, മക്കളെ മൂത്രമൊഴിച്ച് കിടക്കണം, മോളെ കാല് കഴുകി കിടക്കണം. നമ്മൾ വാക്ക് മാറ്റി പറയണം. മക്കളെ ഒതുണ്ടാക്കിയിട്ട് കിടക്കണം, മൂത്രമൊഴിച്ചാൽ പോരാ, കാല് കഴുകിയാൽ പോരാ, ഒതുണ്ടാക്കി കിടക്കണം എന്ന് ഇടക്കിടയ്ക്ക് നമ്മൾ പറയണം. ഒതുവോടുകൂടെ കിടക്കാൻ പറഞ്ഞു. 3-ാമത്തേത് ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ ബെഡിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ എങ്ങനെയാ? വലതുഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കണം. ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉറക്കം പറയാണ്, വലതുഭാഗത്തേക്ക് അങ്ങ് ചെരിഞ്ഞിട്ട് തൻ്റെ വലത് കൈ ഇങ്ങനെ ചെവിക്കുന്നിയുടെ ഭാഗത്തേക്ക് കൊടുത്തുകൊണ്ട് പതുക്കെ ഇങ്ങനെ ചൊല്ലാനുള്ള പ്രാർത്ഥനകളൊക്കെ ചൊല്ലി അങ്ങനെ ചെരിഞ്ഞ് കിടന്നാ ഉറങ്ങാറുള്ളത്. നമ്മളിപ്പോൾ എങ്ങനെയാ? കമിഴ്ന്ന് കിടക്കുന്ന ആളുകളുണ്ട്, ലോറിൻ്റെ അടിയിൽ തവളപട്ട പോലെ കിടക്കുന്ന ആൾക്കാരുണ്ട്, പല കോലത്തിൽ കിടക്കുകയാണ്, എങ്ങനെയാലും കുഴപ്പമില്ല എന്നുള്ള അവസ്ഥയാണ്. അതാകരുത്. ഇതിനൊരു സിസ്റ്റമുണ്ട്, ഒരു മര്യാദയുണ്ട് എന്ന് മാത്രമല്ല, നമ്മളൊന്ന് ആലോചിക്കണം. ഒരു പക്ഷേ ഈ ഉറക്കം നമ്മളെ ദിവസവും പഠിപ്പിക്കുന്നത് മരിക്കാൻ ഒരുങ്ങിക്കോന്നാണ്. ഉറങ്ങാൻ കിടക്കുന്നവൻ എന്തോ ഒരുങ്ങണം? മരിക്കാൻ ഒരുങ്ങിക്കോ എന്നാണ് എല്ലാ ദിവസവും ഓർമ്മപ്പെടുത്തുന്നത്. വയനാട്ടിലെ നമ്മുടെ പ്രിയങ്കരായ സഹോദരന്മാർ അന്നൊരു രാത്രിയിൽ കിടന്നുറങ്ങാൻ ശ്രമിച്ചവരാണ്. പക്ഷേ തൊട്ടടുത്ത ദിവസങ്ങളിൽ അവിടുത്തെ വായന, അവിടുത്തെ കാഴ്ചകൾ പിന്നെ എന്തായിരുന്നു ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഫലസ്തീനിൻ്റെ ഓരോ കുടിലുകളിലും കിടന്നുറങ്ങുന്ന കുടുംബസമേതം ഉറങ്ങുന്നവർ ഇതെപ്പോൾ പൊട്ടിത്തെറിക്കുമെന്നറിയാതെ ഭീതിയോടെയാണ് അവർ കിടന്നുറങ്ങുന്നത്. നമ്മളൊക്കെ നമ്മുടെ വീട്ടിൽ കിടന്നുറങ്ങുന്നുവെങ്കിൽ ഞാനൊരു പക്ഷേ ഈ ഉറക്കത്തിൽ മരിക്കാം. ബിസ്മിക്കല്ലാഹുമ്മ അഹ്യാ വ അമൂത്ത്. ഉറങ്ങണതിൻ്റെ മുമ്പ് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ നിന്റെ നാമത്തിലാണ് ഞാൻ ജീവിക്കുന്നത്, നിന്റെ നാമത്തിലാണ് ഞാൻ മരിക്കുന്നത്. ഉറങ്ങണതിൻ്റെ മുമ്പ് പറയണ വാക്ക. ആ പ്രാർത്ഥനകളൊക്കെ അത് പഠിപ്പിക്കുന്നുണ്ട്. 4-ാമത്തെ കാര്യം
നമ്മൾ ഒരു പക്ഷേ ഉറക്കത്തിൽ മരിക്കാം, ചിലപ്പോൾ മരിക്കാതിരിക്കാം. പക്ഷെ അല്ലാഹു തആല പറയുന്നുണ്ട്, ഒരാളുടെ മരണത്തിൻ്റെ സമയമായാൽ അയാളെ അല്ലാഹു തആല ആ സമയത്ത് റൂഹ് പിടിക്കും. എന്നാൽ നമ്മുടെ ഓരോരുത്തരുടെയും റൂഹ് പിടിക്കുന്നുണ്ട്. അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ, മരണത്തിന്റെ സമയത്ത് എല്ലാവരുടെയും റൂഹ് പിടിക്കുന്നുണ്ട്. വല്ലതീ ലം തമുത് ഫീ മനാമിഹാ, ആ മരണമെത്താത്ത ആളുകളുടെ നഫ്സിനെ അല്ലാഹ് പിടിച്ചു വെക്കുന്നുണ്ട്. ഫീ മനാമിഹ, അവർ ഉറങ്ങുമ്പോൾ. ഉറക്കത്തിൽ നമ്മൾ വേറൊരു ലോകത്താണ്, നമ്മളെ അല്ലാഹു തആല പിടിച്ചു വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉറങ്ങാനിരിക്കുന്ന മനുഷ്യൻ ഒരു മരണത്തിനോടെന്ന പോലെ അവൻ്റെ കടം ഉണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തി വെക്കണം. വസിയത്തുകൾ ഉണ്ടെങ്കിൽ രേഖപ്പെടുത്തി വെക്കണം. ഇടപാടുകളുണ്ടെങ്കിൽ എഴുതി വെക്കണം. മാപ്പ് ചോദിക്കേണ്ടവരുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കണം. ഇത് ഇന്ന് നമ്മൾ ഏറെ ചിന്തിക്കേണ്ടതുണ്ട്. അഞ്ചാമത്തെ കാര്യം, ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ പടച്ച റബ്ബ് നമുക്ക് വീണ്ടും ജീവൻ തരികയാണ്. പടച്ച റബ്ബ് ഇനിയും ജീവിക്കാനുള്ള ചാൻസ് തരികയാണ്. അൽഹംദുലില്ലാഹ് അല്ലദീ ആഫാനി ഫീ ജസദി വറദ്ദ അലയ്യ റൂഹി വഅദിന ലീ ബിദിക്രി. കുറേ പ്രാർത്ഥനകളുണ്ട്. ഒരു പ്രാർത്ഥനയിൽ കാണാം, അൽഹംദുലില്ലാ, അല്ലാഹ് നിനക്ക് സ്തുതി. അല്ലദീ ആഫാനി ഫീ ജസദി, ഈ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റിരിക്കാൻ എൻ്റെ ശരീരത്തിന് ആഫിയത്ത് നൽകിയവനെ. വറദ്ദ അലയ്യ റൂഹി, എൻ്റെ റൂഹ് എനിക്ക് തിരിച്ചു തന്ന റബ്ബേ. വഅദിന ലീ ബിദിക്രി, അവനെ സ്മരിക്കാനുള്ള അവസരം നൽകിയ റബ്ബേ, നിനക്ക് സ്തുതി. എത്രയോ ആൾക്കാർ ഉറക്കത്തിൽ മരിക്കുന്നു. ഞാനിപ്പോൾ എണീറ്റല്ലോ. അതുകൊണ്ട് ഉറങ്ങുന്നതിന് മുമ്പ് വേണ്ടാത്തരങ്ങൾ കണ്ടും കേട്ടുമല്ല നമ്മൾ കിടന്നുറങ്ങേണ്ടത്. രാവിലെ എണീറ്റാൽ വേണ്ടാത്തരങ്ങളല്ല നമുക്ക് ചിന്തിക്കാനും പറയാനുമുള്ളത്. അള്ളാഹുവിനെ സ്തുതിച്ച് പ്രഭാത കർമ്മങ്ങൾ നിർവഹിച്ച് ഇബാദത്തുകളിലേക്ക് ചെന്ന് ഉന്മേഷവാന്മാരായി അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മാർഗങ്ങളിലൂടെ റിസ്ക് തേടിയുള്ള യാത്രയിലും തവക്കുലിൻ്റെ ജീവിത രീതിയും മാതൃകാപരമായ മനോഹരമായ ജീവിതത്തെ കെട്ടിപ്പടുക്കാനും ആ പകൽ നമ്മളെ ക്രമീകരിക്കുന്നത് ആ ഉറക്കമാണ്. അതോടൊപ്പം ഒരു കാര്യം കൂടെ പറയാം, ഒരാളുടെയും ഉറക്കം കെടുത്തുന്നവരായി നമ്മൾ മാറരുത്. ഭാര്യൻ്റെ ഉറക്കം കെടുത്തുന്ന ഒരു ഭർത്താവായി മാറരുത്. ഭർത്താവിൻ്റെ സൗകര്യവും സന്തോഷവും ഉറക്കവും കെടുത്തുന്ന ഭാര്യയായി മാറരുത്. മാതാപിതാക്കൾക്ക് സമാധാനം നൽകാത്ത മക്കളായി നമ്മൾ മാറരുത്. കൊതുകിനെ പോലെ വന്ന് ഒരു ആളുകൾക്ക് ശല്യമായി മാറുന്നവരായി മാറരുത്. തൊട്ടടുത്ത് കിടക്കുന്ന ഉറങ്ങുന്ന ഒരാളുണ്ടെങ്കിൽ വാതിൽ തുറക്കുമ്പോഴും മൊബൈൽ വിളിക്കുമ്പോഴും മൊബൈൽ കാണുമ്പോഴും ഉറങ്ങുന്ന ഒരാളുണ്ട് എന്ന ബോധത്തോടെ മറ്റൊരാൾക്ക് ശല്യമാകാതിരിക്കാൻ ഇന്ന് നമ്മളേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ആരെയും ഓർമ്മപ്പെടുത്തേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരുപാട് കാലം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇഷ്ടപ്പെട്ട ജീവിത രീതിയിൽ അള്ളാഹുവിനെ സന്തോഷിപ്പിക്കുന്ന രൂപത്തിൽ ജീവിക്കാനും ഒരുപാട് ആയുസ് നേടി അള്ളാഹുവിൻ്റെ എല്ലാ ബറക്കത്തുകളും ആസ്വദിക്കാൻ പടച്ച റബ്ബ് നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ സഹോദരൻ മെരുവമ്പയിലുള്ള തൊൽഹത്ത് എന്ന് പറയുന്ന നമ്മുടെ ആദർശ പ്രബോധകൻ, അദ്ദേഹത്തിന് മജ്ജവാറ്റിവെക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മറ്റൊരവസ്ഥയിൽ അദ്ദേഹത്തിന് ക്യാൻസർ ബാധിച്ച് അതിൻ്റെ ഒരു ചികിത്സയിലുമാണ്. ഒരുപാട് മാനസിക സാമ്പത്തിക പ്രയാസങ്ങളിലൊക്കെയാണ്. എല്ലാവരും അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങളെല്ലാം മാറ്റിക്കിട്ടുന്നതിന് വേണ്ടി ദുആ ചെയ്യണം. അള്ളാഹു സമ്പൂർണ്ണമായ ശിഫയായ അദ്ദേഹത്തിന് നൽകുമാറാകട്ടെ. അള്ളാഹു അദ്ദേഹത്തിന് എല്ലാ പ്രയാസങ്ങളും മാറ്റിക്കൊടുക്കുമാറാകട്ടെ. നമ്മുടെ പളവട്ടണത്തിലുള്ള സഹോദരൻ അബ്ദുൽ നാസർ സാഹിബ് ഇന്ന് പ്രഭാതത്തിൽ മരണപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ മയ്യത്ത് 3 മണിക്കാണ് മറവ് ചെയ്യുന്നത്. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. നമ്മുടെ പരിസരത്ത് പല സഹോദരങ്ങളുടെയും കുടുംബങ്ങളിലൊക്കെ മരണങ്ങൾ നടന്നിട്ടുണ്ട്. അവർക്കെല്ലാം അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. പ്രിയങ്കരായ നമ്മുടെ മാതാപിതാക്കളുടെ ഖബറുകൾ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. പള്ളി പരിപാലനത്തിൻ്റെ ഫണ്ട്, അതിൻ്റെ സ്വതക്ക ആരെയും ഓർമ്മപ്പെടുത്തേണ്ടതില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ബറക്കത്തിലേക്ക് ഏറ്റവും ആത്മാർത്ഥമായി സ്വതക്ക കൊണ്ട് നമ്മൾ സഹായിക്കുക. അള്ളാഹു നമ്മുടെ സമ്പത്തിൽ അഭിവൃദ്ധി നൽകുമാറാകട്ടെ. നമ്മുടെ ക്ലാസ്സുകൾ, പഠന ക്ലാസ്സുകളൊക്കെ ചിട്ടയായി അത് ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അള്ളാഹു നമുക്ക് ഉപകാരമുള്ള അറിവ് വർദ്ധിപ്പിച്ച് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്
والمسلمين والمسلمات الأحياء منهم والأموات. اللهم ربنا تقبل منا إنك أنت السميع العليم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آمنا فاكتبنا مع الشاهدين. ربنا توفنا مسلمين وألحقنا بالصالحين. وصلى الله على نبينا محمد والحمد لله رب العالمين.